ഹായ് അസ്സലാമലൈക്കും ഷാജിനാഷ്കറാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. എന്താ ഞാൻ വന്നിരിക്കണമെന്നല്ല നിങ്ങളൊക്കെ ആലോചിക്കണത്, ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ആരെങ്കിലും ചക്കക്കുരു കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള പുട്ടുപൊടിയും ചപ്പാത്തിയൊക്കെ തിന്നിട്ടുണ്ടോ? ഞാൻ തിന്നിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് കാണുന്നത് കേട്ടോ. ഇതെന്താണെന്ന് അറിയാം, ചക്കക്കുരു കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള പുട്ടുപൊടി ഉണ്ട്, ചപ്പാത്തിപ്പൊടി ഉണ്ട്. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഇതുകൊണ്ടുള്ള പുട്ടിൻ്റെ ടേസ്റ്റ് എന്നൊന്നും അറിയാൻ വേണ്ടി ഞങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കുക കേട്ടോ. ഞാനും ആദ്യമായിട്ടാണ് കഴിക്കാൻ പോകുന്നത്. ഇതെന്താ ഇതിൻ്റെ ടേസ്റ്റ് എന്നൊന്നും അറിയില്ല. എന്തായാലും ഒരു അത്ഭുതമല്ലേ ചക്കക്കുരു കൊണ്ടുള്ള പുട്ടുപൊടി എന്നൊക്കെ കേൾക്കുമ്പോൾ. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ട് എന്നൊന്ന് നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു ഗ്ലാസ് പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് കാണുമ്പോൾ ഒരു ഗോതമ്പിൻ്റെ കളറൊക്കെയാണ് കേട്ടോ. എന്നാലും അതിൽ അരിപ്പൊടിയും ചക്കക്കുരുവിൻ്റെ പൊടി മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ കവറിൻ്റെ ഇതൊക്കെ നോക്കി, പാക്കിങ്ങൊക്കെ സൂപ്പറാണ്. നമുക്ക് പൊടി എടുത്തു കഴിഞ്ഞാൽ അതന്നെ ഒട്ടിച്ച് വെക്കാം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ പിങ്ക് സോൾട്ടാണ് ഇട്ടിരിക്കുന്നത്. വെറും പച്ചവെള്ളത്തിലാണ് കുഴക്കണത് കേട്ടോ. ഒരു ചുടുവെള്ളം ഇതിന് വേണ്ട, വെറും പച്ചവെള്ളം. അപ്പോൾ ഒരു ഗ്ലാസ് പൊടിക്ക് ഞാനൊരു കപ്പ്, ചെറിയൊരു നോർമൽ കപ്പ് വെള്ളത്തിൽ ഉപ്പിട്ട് കലക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കുഴച്ചെടുക്കാൻ പോവുകയാണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യണം. നമുക്കിതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയണ്ടേ. അപ്പം ഞാൻ ആദ്യമായിട്ട് പൊട്ടിച്ചിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് അത് നിങ്ങൾ കൂടി ഷെയർ ചെയ്ത് പറയണത്. ഇതെങ്ങനെ ഉണ്ട് എന്നുള്ളത് ഞാൻ തിന്നു കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. ഓക്കെ, കാരണം ഞാനും ആദ്യമായിട്ടാണ് കഴിക്കാൻ പോണത്. അപ്പോൾ നമ്മൾ സാധാരണ പുട്ടിന് നനക്കണ മാതിരി തന്നെയാണ് നനക്കണത് കേട്ടോ. വെള്ളം ഒഴിച്ചിട്ട് ഇതിങ്ങനെ വല്ലാണ്ട് ഇതായണ പൊടിയല്ല. ഇതിൽ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ വെള്ളം കുറച്ച് വേണം, കാരണം നമ്മൾ നനയ്ക്കുമ്പോൾ ഡ്രൈനെസ് വിട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം ഇതിന് എന്തായാലും അത്യാവശ്യമാണ്. അപ്പോൾ ഞാനിതാ ഈ ഒരു കപ്പിലാണ് ഞാൻ വെള്ളം എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 1/4 ഭാഗത്തോളം ഞാൻ വെള്ളത്തിന് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയണ്ടേ. വെയിറ്റ് ചെയ്യൂ. ഓക്കെ, വെള്ളം പോരാ, കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഏകദേശം അതിൻ്റെ ഒരു ലേശം വെള്ളം ഇനി ആ കപ്പിൽ ബാക്കിയുള്ളൂ. അപ്പോൾ നമുക്കിതിനാകെ വേണ്ടത് എന്താ വെച്ചാൽ, നമുക്ക് വേണ്ടത് എന്താണെന്നറിയാലോ. തേങ്ങ, പുട്ടുപൊടി, തേങ്ങ, അങ്ങനെ നമുക്കിത് മാത്രം മതി. പുട്ടുണ്ടാക്കുമ്പോൾ എപ്പോഴും കുറച്ച് തോനെ തേങ്ങ ഇടുന്നത്, ഏത് പുട്ടുണ്ടാക്കുമ്പോഴും അതിന് കുറച്ച് ടേസ്റ്റ് കൂടും കേട്ടോ. ഞാനെപ്പോഴും തോനെ തേങ്ങ വാരിയിടാറുണ്ട്. അപ്പോൾ അതിന് കുറച്ച് നല്ല ടേസ്റ്റും കിട്ടാറുണ്ട്. അപ്പോൾ ഇനി ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇതിൻ്റെ ടേസ്റ്റ് അറിയണ വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം നമ്മുടെ ചക്കക്കുരുവിൻ്റെ പുട്ടുപൊടി ആയിക്കൊണ്ടിരിക്കുകയാണ്. ആയി, നമ്മളത് കുത്തി. ഇനി അതൊന്ന് കഴിച്ചു നോക്കിയിട്ട് ഞാൻ ടേസ്റ്റ് പറയാം കേട്ടോ. നല്ല ചൂടുണ്ട്, നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ല ചക്കക്കുരുവിൻ്റെ മണമാണോന്ന് അറിയില്ല, നല്ല ഒരു വറുത്ത പൊടിയുടെ ഒക്കെ ഒരു മണം മാതിരി നല്ല മണം വരുന്നുണ്ട്. ഇനി കഴിച്ച് നോക്കട്ടെ കേട്ടോ എങ്ങനെ ഉണ്ടെന്ന്. നല്ല ചൂടാണേ. കുഴപ്പമില്ല കേട്ടോ, കഴിച്ചു നോക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റൊക്കെ വരുന്നുണ്ട്. സാധാരണ പുട്ട് തിന്നണ മാതിരിയല്ല കേട്ടോ, കുറച്ച് വ്യത്യാസമുണ്ട്. നമ്മുടെ ഈ പുട്ടുപൊടി കൊള്ളാം. തിന്ന് നോക്കുമ്പോഴേ നല്ല മയമുണ്ട് കേട്ടോ. അരിപ്പൊടി ചക്കക്കുരുവിൻ്റെ പൊടി പൊടിച്ച പൊടിയും കൂടി ഉണ്ടാക്കിയതാണ്. ഞാനും ആദ്യത്തെ ട്രൈ ചെയ്യണം. തിന്ന് നോക്കുമ്പോൾ നല്ല രസമുണ്ട്. ചക്കക്കുരുവിൻ്റെ ആ പൊടിയുടെ ആ ഒരു ടേസ്റ്റൊക്കെ വരുന്നുണ്ട്. പക്ഷെ നല്ല മയമുണ്ട് ഇതിന്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ഈ ചക്കക്കുരു പുട്ടുപൊടി എനിക്കിഷ്ടമായെന്ന് ഞാൻ പറയണുള്ളൂ. നിങ്ങളിത് വേവിച്ച് കഴിച്ച് നോക്കി എനിക്ക് കമൻസ് തരണം. ഓക്കെ, ഞാൻ ഒരുപാട് സമ്മാനങ്ങളുടെ കാര്യം പറയുമ്പോൾ കമൻസ് ഇടുന്നവർക്കും സബ് ചെയ്യുന്നവർക്കും നോക്കിയിട്ട് നമുക്ക് നല്ല നല്ല സമ്മാനങ്ങൾ കൊടുക്കുന്നു. ഡ്രസ്സ് തൊട്ട് ഗോൾഡ് കോയിൻ വരെ നമ്മുടെ സമ്മാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കമൻസ് ഇടാൻ ശ്രമിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അവിടെ ചക്കക്കുരു പുട്ടുപൊടി ഏതാണ്ട് അടിപൊളി സാധനം കേട്ടോ, എനിക്കിഷ്ടമായി. നിങ്ങളൊന്ന് മേടിച്ച് ട്രൈ ചെയ്തോട്ട്. പിന്നെ അതിന് അത്ര വലിയ വിലയൊന്നുമില്ല. ഇപ്പോൾ 20% ഓഫറുണ്ട്. ഇപ്പോൾ 144 രൂപയുള്ളൂ.
അപ്പോൾ മേടിച്ച് ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഇത് മാത്രമല്ല കേട്ടോ, ഇവിടെ ഒരു ചപ്പാത്തി പൊടിയുടെ മിക്സ് കൂടി അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇവരുടെ ചക്കക്കുരു കൊണ്ടുള്ള ചപ്പാത്തി വീഡിയോ വരാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഫുഡ് എന്തായാലും ഉഷാറാണ്, എനിക്കിഷ്ടമായി. ട്രൈ ചെയ്യില്ലേ? വിഷാലക്സ് കമ്പനിയുടെ ഒരു പുതിയ പ്രൊഡക്റ്റാണ് കേട്ടോ. ഇവർക്ക് ചക്കക്കുരുവിൻ്റെ പുട്ടുപൊടി ചപ്പാത്തിപ്പൊടി ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് കിട്ടണ സ്ഥലം എവിടെ വെച്ചാൽ തൃശ്ശൂർ കല്യാൺ ഹൈപ്പർ മാർക്കറ്റിൽ കിട്ടും. അല്ലെങ്കിൽ ഞാൻ സ്ക്രീനിൻ്റെ അടിയിൽ അവരുടെ നമ്പർ ഇടാം, നിങ്ങളൊന്ന് കോൾ ചെയ്താൽ മതി, വീട്ടിലേക്ക് കൊറിയറായിട്ട് എത്തിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ നമുക്ക്. ഞാനിപ്പോൾ പോവാണ്. അപ്പോൾ പുതിയൊരു ചക്കക്കുരുവിൻ്റെ ഒരു പുട്ടുപൊടി നിങ്ങൾക്കൊക്കെ പടിഞ്ഞില്ലേ, തിന്ന് നോക്കിക്കോളി, ഉഷാറായിക്കണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. ടാറ്റാ.